So we are going to the working of that petrol engine. The first part is charging stroke. Charging stroke എന്ന് പറയുമ്പോൾ in that case inlet valve that is open and exhaust valve is closed. Then the petrol, vapor and air that will enter to the cylinder. Then the piston will move downward. That is about the first stroke, that is the charging stroke. Then the next stroke, that is the compression stroke. In that case, both inlet and outlet valve they are closed, and the piston will move upward. അപ്പോൾ പിസ്റ്റൺ അപ്വേർഡായിട്ട് മൂവ് ചെയ്യും എന്ന് പറയുമ്പോൾ പ്രഷർ കൂടും അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കുറയും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്ട്രോക്ക്, ദാറ്റ് ഈസ് ദ കംപ്രഷൻ സ്ട്രോക്ക്. സോ ഇൻ ദാറ്റ് കേസ് വോളിയം കുറയുന്നു, അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുന്നു, അതേ സമയത്ത് തന്നെ ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ആൻഡ് ദ തേർഡ് സ്ട്രോക്ക് ഈസ് വർക്കിംഗ് സ്ട്രോക്ക്, അല്ലെങ്കിൽ അതിനെ പവർ സ്ട്രോക്ക് എന്നും പറയും. ഇൻ ദാറ്റ് കേസ് വാട്ട് ഈസ് ഹാപ്പനിങ്, നേരത്തെ വീഡിയോയിൽ കണ്ടിരുന്നു, അവിടെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ഇഗ്നേറ്റ് ചെയ്യും. അപ്പോൾ സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് ഉണ്ടാവുമ്പോൾ അവിടെ പെട്രോള് കത്തുന്നു. അപ്പോൾ പെട്രോള് കത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൂടുന്നു, പ്രഷറും കൂടുന്നു, ടെമ്പറേച്ചറും കൂടുന്നു. അങ്ങനെ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. സോ ദ തേർഡ് സ്ട്രോക്ക് ഈസ് നെയിംഡ് ആസ് ദ വർക്കിംഗ് സ്ട്രോക്ക്. അവിടെ ടെമ്പറേച്ചർ ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. So here the piston moves down, and that is the third stroke, that is the working stroke or power stroke. And the fourth stroke എന്ന് പറയുന്ന എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. അതായത് വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഔട്ട്ലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇപ്പോൾ ഔട്ട്ലെറ്റ് വാൾവ് ഓപ്പൺ ആവുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ളിലുള്ള എയറും അതുപോലെ തന്നെ പെട്രോൾ വേപ്പറും കത്തിക്കഴിഞ്ഞത് അത് രണ്ടും പുറത്തേക്ക് പോകും. ഇങ്ങനെ 4 സ്ട്രോക്കുകളാണുള്ളത്. അത് നമ്മൾ ആ വീഡിയോയിൽ വൃത്തിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ PV ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ PV ഡയഗ്രാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് സ്ട്രോക്ക് ദാറ്റ് ഈസ് ദ ഇൻടേക്ക് സ്ട്രോക്ക് ഓർ ചാർജിങ് സ്ട്രോക്ക്. അവിടെ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. ലൈക്ക് ദ ഇനീഷ്യൽ വോളിയം തന്നെ ഞാൻ V1 ആയിട്ട് എടുത്തു, ഫൈനൽ വോളിയം തന്നെ ഞാൻ V2 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ ദ വോളിയം ഈസ് ഇൻക്രീസിങ് ഫ്രം V1 to V2. ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ സിൻസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ വി ക്യാൻ സേ ദാറ്റ് ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ് ബട്ട് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഈസ് എൻ ഐസോബാറിക് പ്രോസസ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇൻടേക്ക് സ്ട്രോക്ക് എന്നോ ചാർജിങ് സ്ട്രോക്ക് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. ആ ചാർജിങ് സ്ട്രോക്ക് കാണുന്നത് എങ്ങനെയാണ്, EA എന്ന് പറയുന്ന പോയിന്റ്, E എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയാം, അവിടെ ദാറ്റ് ഡയഗ്രാം ഓർ ദാറ്റ് EA എന്ന് പറയുന്ന ആ ലൈൻ ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആക്സിസ് ആണ്. അപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ Y ആക്സിസിലെ വാല്യൂ P എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു ഐസോബാറിക് പ്രോസസ്സാണ്. ആൻഡ് ദ ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ചാർജിങ് സ്ട്രോക്ക് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് വൺ ഈസ് കംപ്രഷൻ സ്ട്രോക്ക്. ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. അത് A to B ആയിട്ടാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം വാട്ട് വി നോ ഈസ് ദാറ്റ് വൺ, ഇൻലെറ്റ് വാൾവും ഔട്ട്ലെറ്റ് വാൾവും ഒക്കെ ക്ലോസ്ഡ് ആണ്. അതായത് ആ സിലിണ്ടറിൽ നിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല, എനർജിയും പോകുന്നില്ല, മെറ്റീരിയൽ ഒന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സാണെന്ന് പറയാം. ദാറ്റ് മീൻസ് ദ കംപ്രഷൻ സ്ട്രോക്കിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്, ഓർ എൻ അഡയബാറ്റിക് കംപ്രഷൻ ആണ്. ആൻഡ് ഐ ആം റെപ്രസെന്റിംഗ് ദാറ്റ് വിത്ത് ദ ലെറ്റർ AB, സോറി വിത്ത് ദ ലൈൻ AB. ഇനി മൂന്നാമത് BC എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്നത് ഇഗ്നീഷൻ നടക്കുന്നു. അതായത് അവിടെ വെച്ച് സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഈ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ നമ്മളവിടെ പറഞ്ഞു ഓൾറെഡി അവിടെ പ്രഷർ കൂടുതലാണ്. പക്ഷേ അവിടെ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ പെട്രോൾ കത്തുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, വീണ്ടും അവിടെ പ്രഷർ കൂടുന്നു. അവിടെ ഈ പ്രഷർ കൂടുന്നു എന്നുണ്ടെങ്കിലും ആ ഇഗ്നിഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് അവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ നടക്കുന്നത് എന്താണ്, ഒരു ഐസോകോറിക് പ്രോസസ്സാണ് എന്ന് പറയാം. ദാറ്റ് ഈസ് റെപ്രസെന്റിംഗ് ബൈ ദ ലൈൻ BC. അപ്പോൾ ഈ ഐസോകോറിക് പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്,
അവിടെ തീ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരുന്നതെന്ന് പറയാം, സോഴ്സിൽ നിന്ന് നമ്മുടെ എൻജിൻ അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടർ ഹീറ്റ് എനർജി എടുക്കുന്നത് ഈ പ്രോസസ്സിൽ നിന്നാണ്, BC എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ പവർ സ്ട്രോക്ക്. നമ്മൾ പറഞ്ഞു എന്താ സംഭവിക്കുന്നത്, അത് കത്തിക്കഴിഞ്ഞാൽ അവസാനം പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെയും ഇൻലെറ്റ് വാൾവും ഔട്ട്ലെറ്റ് വാൾവും ഒക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ നടക്കുന്നതും ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്. ആൻഡ് ഐ ആം റെപ്രസെൻറ്റിംഗ് ദാറ്റ് വിത്ത് എൻ അഡയബാറ്റിക് പ്രോസസ് CD. അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റിലെത്തി. D എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതെന്ന് പറയുന്നത് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് കുറച്ച് ഗ്യാസും കുറച്ച് ഹീറ്റ് എനർജിയും ഒക്കെ പുറത്തേക്ക് പോകും. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ബൈ ദ DA. അതിനുശേഷം AE എന്ന് പറയുമ്പോൾ വീണ്ടും എക്സോസ്റ്റ് വാൾവ് അങ്ങനെ തുറന്നിരിക്കുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഗ്യാസും എല്ലാം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആ സമയത്ത് തന്നെ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം വീണ്ടും V2-ൽ നിന്ന് V1-ലേക്ക് കുറയുന്നു. ഇതാണ് AE എന്ന് പറയുന്ന ആ ലൈൻ കൊണ്ട് represent ചെയ്തിരിക്കുന്നത്. So here we can say that we can represent each of the stroke by this using by this in this indicator diagram. ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ 6 സ്റ്റേജ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ചാർജിങ് സ്ട്രോക്കാണ് E2A. നെക്സ്റ്റ് കംപ്രഷൻ സ്ട്രോക്കാണ് AB. പിന്നെ നടക്കുന്നത് ഇഗ്നീഷനാണ് BC. അതിനുശേഷം നടക്കുന്നതെന്ന് പറയുന്നത് പവർ സ്ട്രോക്കാണ്, അതിനാണ് CD എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നടക്കുന്നതാണ് DA, ഇത് എക്സോസ്റ്റ് വാൾവ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ അടുത്തത് നടക്കുന്ന AE എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സോസ്റ്റ് സ്ട്രോക്കാണ്. അപ്പോൾ ഇതിൽ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ്. പിസ്റ്റൻ മൂവ്മെന്റ് ഉള്ളപ്പോഴാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രാവശ്യമാണ് പിസ്റ്റൻ മൂവ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് വൺ ചാർജിങ് സ്ട്രോക്ക്, അതായത് EA. രണ്ടാമത്തത് കംപ്രഷൻ സ്ട്രോക്ക്, അതായത് AB. മൂന്നാമത്തത് വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് CD. നാലാമത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക്, അതായത് AE. So it is about the indicator diagram of this Otto engine. Okay, thank you for listening. Good morning. Today we can discuss about the efficiency of Otto engine. In the previous class we discussed that the cylinder is absorbing heat energy during ignition. അത് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ BC എന്ന് പറയുന്ന ലൈനിലാണ്. ആൻഡ് യു നോ ദാറ്റ് BC എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, V1 ആണ്. ബട്ട് ദ പ്രഷർ ഈസ് വേരിയിങ്. സോ ഇറ്റ് ഈസ് എ ഐസോകോറിക് പ്രോസസ്. സോ ദ എൻജിൻ ഈസ് അബ്സോർബിങ് ഹീറ്റ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്, ഡ്യൂറിംഗ് ദിസ് BC എന്ന് പറയുന്ന പ്രോസസ്സിൽ. ലെറ്റ് ദാറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് Q1. അപ്പോൾ നമ്മളവിടെ ഒരു യൂണിറ്റ് മാസ് മെറ്റീരിയലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. യു നോ ദാറ്റ് ഹീറ്റ് എനർജി സാധാരണ ഹീറ്റ് ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തത് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറ് M×C × ΔT എന്നാണ്. വേർ M ഈസ് ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, C ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ΔT ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. So here I am taking a unit mass substance, so I can take that MS1. So I can take the heat absorbed Q1 as CV into T3 minus T2. CV എന്ന് എടുക്കാൻ കാരണം ഇവിടെ നടക്കുന്നത് ഒരു ഐസോകോറിക് പ്രോസസ് ആണ്. അതുകൊണ്ടാണ് we are taking that as the CV അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമ്മൾ എടുക്കുന്നത്. ആൻഡ് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിലെ ആ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ A എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ നമ്മൾ T1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. B എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ ഞാൻ T2 ആയിട്ടും, C എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ T3 ആയിട്ടും, D എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ T4 ആയിട്ടും നമ്മൾ എടുക്കുന്നു. So here we need to find the change in temperature during that process. അപ്പോൾ Bയിലെ ടെമ്പറേച്ചർ T2 ആണ്, Cയിലെ ടെമ്പറേച്ചർ T3 ആണ്. So we can find the difference in temperature as T3 minus T2. So the heat absorbed Q1 equal to CV into T3 minus T2. ഇനി ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് ആ എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. അവിടെ സംഭവിക്കുന്നതും ഒരു ഐസോകോറിക് പ്രോസസ് ആണ്. ആൻഡ് വി ആർ റെപ്രസെന്റിംഗ് ദാറ്റ് വിത്ത് ദ ലൈൻ DA in that indicator diagram. So that is also an isocoric process. So here also for a unit mass substance the heat rejected is equal to CV into T4 minus T1. T4 minus T1 എടുക്കാൻ കാരണം D എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടെമ്പറേച്ചർ D4 ആണ്.
and the temperature at the point A is T1. So I am taking the difference in temperature as T4 minus T1, and here also an isochoric process is happening. So specific heat at constant volume, that is taking as CV. So the heat rejected is equal to Q2, that is equal to CV into T4 minus T1. So it is the equation with us. First one equation 1, second is the equation number 2. But we know what is the efficiency. Efficiency എന്ന് പറയുന്നത് 1 minus Q2 by Q1 ആണ്. But from this equation 1 and 2 I can go to the equation 3. അതായത് equation 1 by equation 2 അതാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. Sorry, equation 2 by equation 1. So left hand side we can take that is equal to Q2 divided by Q1. And in the right hand side that is T4 minus T1 divided by T3 minus T2. That is equation number 3. So in the efficiency equation, instead of Q2 by Q1, I can write the term T4 minus T1 divided by T3 minus T2. So efficiency eta is equal to 1 minus T4 minus T1 divided by T3 minus T2. That is equation 4. So that is the equation to find efficiency. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചറിലേക്കാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കതിനെ വേണമെങ്കിൽ വോളിയത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഐ ആം ടേക്കിംഗ് ദ പ്രോസസ് സി ഡി എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുകയാണ്. അതായത് പവർ സ്ട്രോക്ക് നടക്കുന്ന പ്രോസസ്സ് എടുക്കുകയാണ്. യു നോ ദാറ്റ് ഇസ് എൻ അഡയബാറ്റിക് പ്രോസസ്. സോ സി ഡി ഇസ് എൻ അഡയബാറ്റിക് പ്രോസസ്. ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ യു ഹാഡ് സ്റ്റഡീഡ് ദാറ്റ് ഇസ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് ടെമ്പറേച്ചറും വോളിയത്തിൽ എഴുതുമ്പോൾ യു നോ ദാറ്റ് ഇസ് ഈക്വൽ ടു ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതായത് ആ അഡയബാറ്റിക് പ്രോസസ്സിലെ ആ പ്രോസസ്സിലെ ഏതൊരു പോയിന്റിലെയും ടെമ്പറേച്ചറും വി റേസ് ടു ഗാമ മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഹിയർ അറ്റ് ദ പോയിന്റ് സി ഐ ഓൾറെഡി മെൻഷൻ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു T3. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ T3 ആണ്. ആൻഡ് ദ വോളിയം യു ക്യാൻ ഫൈൻഡ് ഫ്രം ദാറ്റ് ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം. അതിന്റെ എക്സ് ആക്സിസിൽ V1 ആണ്. സോ സിയിൽ ടെമ്പറേച്ചറും വോളിയം നമുക്ക് എടുക്കുമ്പോൾ വി ക്യാൻ ടേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു T3 ഇൻറ്റു V1 റേസ് ടു ഗാമ മൈനസ് 1. ആൻഡ് അറ്റ് ദ പോയിന്റ് ഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T4 ആണ്. ആൻഡ് ദ വോളിയം എന്ന് പറയുന്നത് V2 ആണ്. സോ ഐ ക്യാൻ ടേക്ക് T4 ഇൻറ്റു V2 റേസ് ടു ഗാമ മൈനസ് 1. സോ ഐ ക്യാൻ റൈറ്റ് ഫ്രം ദ അഡയബാറ്റിക് CD T3 into V1 raised to gamma minus 1 is equal to T4 into V2 raised to gamma minus 1. That is equation number 5. Then I am going to the adiabatic process BA. So BA at the point B temperature is T2, volume is V1, and at the point A temperature is T1 and volume is V2. So I can write T2 into V1 raised to gamma minus 1 equal to T1 into V2 raised to gamma minus 1. That is equation 6. So what I am going to do is equation 5 നിന്ന് equation 6 ഞാൻ കുറയ്ക്കുകയാണ്. So left hand side T3 V1 raised to gamma minus 1 minus T2 V1 raised to gamma minus 1. So V1 raised to gamma minus 1 is a common term. So I can take it outside. So that will be T3 minus T2 into V1 raised to gamma minus 1. Similarly in the right hand side I can write T4 minus T1 into V2 raised to gamma minus 1. That is equation 7. And from there I can find that T4 minus T1 divided by T3 minus T2, that is equal to V1 divided by V2 all raised to gamma minus 1. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈക്വൽ ടു 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2 ആണ്. അപ്പോൾ അതിൽ നമുക്ക് T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 എന്താ നമുക്കിവിടെ മനസ്സിലായി. എന്താണ് V1 ബൈ V2 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 ആണ്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് that V1 by V2 raised to gamma minus 1 instead of that T4 minus T1 divided by T3 minus T2. So I can write that efficiency as 1 minus V1 by V2 all raised to gamma minus 1. It's okay. അപ്പോൾ എഫിഷ്യൻസിയെ 1 മൈനസ് V1 by V2 all raised to gamma minus 1 എന്ന് നമുക്ക് എഴുതാം. പക്ഷെ അതിൽ നമുക്ക് മറ്റൊരു കാര്യം പറയാൻ പറ്റുന്നത് V2 V1 നോക്കുകയാണെങ്കിൽ V2 എന്ന് പറയുന്ന അഡയബാറ്റിക് പ്രോസസ്സ് കഴിയുമ്പോൾ കിട്ടുന്ന അവസാനമുള്ള വോളിയാണ്. V1 എന്ന് പറയുന്ന അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വോളിയാണ്. അതായത് BC എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇനി CD എടുത്ത് നോക്കുകയാണെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വോളിയാണ്. അപ്പോൾ ഈ V2 by V1 എന്നുള്ളതിനെ നമ്മൾ അഡയബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ എന്നാണ് നമ്മൾ പറയാറ്. സോ വി ക്യാൻ റൈറ്റ് that 1 minus V1 by V2 all raised to gamma minus 1 എന്നുള്ളതിനെ we can write that is equal to V2 by V1 can be written as rho. So I can write that is equal to eta equal to 1 minus 1 by rho all raised to gamma minus 1 എന്ന് എനിക്ക് എഴുതാം. So that is about the efficiency of the Otto engine. Okay, thank you for listening.